നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി ചട്നി, ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, സിമ്പിൾ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ അതൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തെടുക്കാം. ഒരു 10-12ഓളം അല്ലി വെളുത്തുള്ളി ചേർത്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു സവാളയാണ് കേട്ടോ, ചെറിയ കഷ്ണങ്ങളൊക്കെ ഇത് മുറിച്ചെടുത്തത്. അത്യാവശ്യം വലിപ്പമുള്ളതാണ്. ചെറുതൊക്കെയാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം വരെയൊക്കെ ആകാം. സവാളയ്ക്ക് പകരമായിട്ട് ചെറിയ ഉള്ളി വേണമെങ്കിൽ ചേർത്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തെടുക്കാം. ഒരു 4-5 തക്കാളി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും കറിവേപ്പിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണേ. അപ്പോൾ ഇതൊന്ന് പെട്ടെന്നൊന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ട് ഞാൻ അത് അടച്ച് വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആ തക്കാളിക്ക് ഒന്ന് സോഫ്റ്റായി വരട്ടെ. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് അടപ്പൊന്ന് മാറ്റിയിട്ട് വീണ്ടും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് തക്കാളിക്കൊന്ന് ഏകദേശം നന്നായിട്ടൊന്ന് വാടി ഒന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട്, അതായത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ ഒരു പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി എടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ്, നല്ല കളറുള്ള മുളക് പൊടി. എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇതിൽ ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, പേരിന് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ആ ഒരു പൊടികളുടെയൊക്കെ ഒരു പച്ച ചുവ ഒന്ന് മാറി വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തങ്ങ് വെക്കാം. ജസ്റ്റ് ഒന്ന് തണുത്ത് വന്നിട്ടേ മിക്സി ജാറിലേക്ക് മാറ്റിയിട്ട് നമ്മൾ അരച്ചെടുക്കാൻ പാടുള്ളൂ. എനിക്ക് എപ്പോഴും പറ്റുന്നൊരു അബദ്ധമാണ് ഈ ഒരു തക്കാളി ചട്നി. അതുകൊണ്ടാണ് ഈ രാവിലെ ഈ ഒരു തിരക്ക് പിടിച്ച സമയത്ത് ഞാൻ തയ്യാറാക്കി എടുക്കാത്തത് കേട്ടോ. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ ചൂടോട് കൂടി എടുത്ത് മിക്സിയുടെ ജാറിലിട്ടായിരിക്കും മൊത്തത്തിൽ തെറിച്ചാകാൻ മൊത്തം കുളം കിച്ച മൊത്തത്തിൽ. അതുകൊണ്ട് ഞാൻ എന്ന് വെച്ചാൽ കുട്ടികൾക്ക് രാവിലെ സ്കൂളിലൊന്നും പോകണമെങ്കിൽ മാത്രം തയ്യാറാക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. എന്നാലും ചൂടങ്ങ് മൊത്തത്തിലങ്ങ് പോയിട്ടില്ല, ചെറുതായിട്ടൊന്ന് ചൂട് പോയിട്ടുള്ളൂ. എന്തായാലും തണുത്തിട്ടുണ്ട്, ഒരുവിധം ചെറിയ ചൂടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഒന്ന് മിക്സി ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് താളിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1-2 ടീസ്പൂൺ മാത്രം വെളിച്ചെണ്ണ ചേർത്തെടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ അകത്ത് മാത്രം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1-2 തണ്ട് കറിവേപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളത് അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തക്കാളിയുടെ ആ ഒരു പേസ്റ്റ് മൊത്തത്തിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി കറി പോലെ വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. എനിക്ക് അത്രയ്ക്ക് കറി പോലെ വേണ്ട, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ കോരി വെച്ച് അവിടെ ഇരിക്കണം. ആ ഒരു പാകത്തിനാണ് ഞാനത് റെഡിയാക്കി എടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്കങ്ങ് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇതിൽ വേണമെങ്കിൽ ഒരു നുള്ളു കായപ്പൊടിയൊക്കെ വേണമെങ്കിൽ ചേർത്തെടുക്കാം, നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയേ. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടി ദോശയും ആ ഒരു തക്കാളി ചട്നിയും പിന്നെ വെള്ള ചമ്മന്തി കൂടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു, കറി പോലത്തെ ഒരു ചമ്മന്തി. അപ്പോൾ ഇതൊക്കെ കൂട്ടി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. സാമ്പാറുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. ഇഡ്ഡലിയുടെ കൂടെ തന്നെ ഈ ഒരു ചട്നി സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ ഈ ബാക്കി വന്നിട്ടുള്ള നമ്മളെന്തായാലും ഈ ചട്നി ഉണ്ടാക്കുമ്പോൾ കുറച്ച് ബാക്കി വരുമല്ലോ ഈ തക്കാളി ചട്നിയൊക്കെ, ഞാൻ അത് ഫ്രിഡ്ജിൽ വയ്ക്കും കേട്ടോ. എന്നിട്ട് അടുത്ത ദിവസം ആവുന്ന സമയത്ത് കുട്ടികൾക്ക് അടുത്ത ദിവസം എനിക്ക് രാത്രി, ഇപ്പോൾ രാവിലെ ഉണ്ടാക്കണമെങ്കിൽ രാത്രിയൊക്കെ ദോശ കുട്ടികൾ വേണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു നൈസായിട്ടുള്ള ദോശ ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ തക്കാളി ചട്നി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നന്നായിട്ട് മൊരിയിച്ച് കൊടുക്കും കേട്ടോ. അതിനൊരു പ്രത്യേക സ്വാദാണ് കേട്ടോ ആ ഒരു ദോശയ്ക്ക്. അപ്പോൾ അടുത്ത ദിവസം രാവിലെ ഒരു 5 മണിക്കുള്ള സീനാണ് കേട്ടോ. നല്ല മഴയായിരുന്നു, നല്ല അസാധ്യ മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ടേ അതായൊരു ദോശ നല്ലോണം നെയ്യൊക്കെ ഒഴിച്ചിട്ട് ആ ഒരു തക്കാളി ചട്നി സ്പ്രെഡ് ചെയ്തിട്ട് നല്ല മൊരിയിച്ചിട്ട് ദോശ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മഴയെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു. അപ്പോൾ മോന് രാവിലെ ഒരു പ്രോഗ്രാമിന് വേറൊരു സ്കൂളിൽ പോകണമായിരുന്നു. അപ്പോൾ നേരത്തെ തന്നെ സ്കൂളിൽ എത്തണമായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയത്. കഴിച്ചിട്ടും പോകണം, പിന്നെ ഫുഡ് ഉച്ചത്തെ ലഞ്ചും കൊണ്ടുപോകണമായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കി എടുക്കുന്നതാണ്. അപ്പം ദോശ ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇത് ഞാൻ എടുത്തിട്ടില്ല, ഇത് ഒരു ദോശ ഒന്ന് തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വിചാരിച്ചത് എന്തായാലും റെസിപ്പി വീഡിയോ എടുക്കാമെന്നുള്ളത്. കാരണം നമ്മൾ ഓൾറെഡി ചട്നിയുടെ റെസിപ്പി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ വിചാരിച്ച ഒരു ദോശ ഇത് മുന്നേ എപ്പോഴും ചെയ്യുന്നതാണ്, അങ്ങനെ വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് കഴിക്കാൻ പ്രത്യേക ടേസ്റ്റ്, ഈ പിള്ളേർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. കുഞ്ഞു പിള്ളേർക്കൊക്കെ ഉണ്ടല്ലോ ഈ ഒരു തക്കാളിയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ള കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ ഒരു റെസിപ്പി ഒന്ന് കാണിക്കാമെന്ന്. തക്കാളി ദോശ പോലെ അല്ലെങ്കിൽ തക്കാളി ചട്നി സ്പ്രെഡ് ചെയ്തിട്ടുള്ള നല്ല ദോശയാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും. പിന്നെ ഈ ഒരു തക്കാളി ചട്നി ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ തേങ്ങയും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കും. ഇതിൻ്റെ കൂടെ ആ ഒരു തക്കാളിയുടെ കൂടെ തേങ്ങ കൂടെ അങ്ങനത്തെ ഒരു സ്പ്രെഡും കൂടെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാലും സൂപ്പറാണ്. ഇതിനേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് നല്ലതാണ് കേട്ടോ. അതിന് ആ ഒരു തേങ്ങയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ മൊരിഞ്ഞ് വരുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാദാണല്ലോ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഫ്ലെയിം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ ദോശയൊക്കെ ഒന്ന് മൊരിച്ചെടുക്കാൻ വേണ്ടി. നൈസ് ദോശയൊക്കെ നമ്മൾ എപ്പോഴും തയ്യാറാക്കുമ്പം ഹൈ ഫ്ലെയിമിനേക്കാളും ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മൊരിച്ചെടുക്കാൻ, എങ്കിൽ നല്ല രീതിയിൽ അത് ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കുഞ്ഞു റെസിപ്പിയും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.